നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒന്ന് പുറത്തേക്ക് പോവുകയാണ്. ചെറിയൊരു ഫാമിലി ഔട്ടിങ്ങിന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മളിതാ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ. കുറച്ചങ്ങ് ദൂരം കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴയായിരുന്നു. പിന്നെ മഴയോട് മഴയായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെങ്ങടെ പോണേന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ പോണത് തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഫോറസ്റ്റിലേക്ക് കയറി. ഈ തട്ടേക്കാട് പോണ വഴി എന്ന് പറയുമ്പോൾ രണ്ട് സൈഡും അടിപൊളി വ്യൂ ആണ് കേട്ടോ. നല്ല കാടും പച്ചപ്പും. പിന്നെ നമ്മൾ പോയ ദിവസം നല്ല മഴയായിരുന്നു. അതാകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, അടിപൊളി വ്യൂ ആയിരുന്നു. അങ്ങനെ നമ്മളിതാ പറഞ്ഞ് നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആ ബേർഡ് സാങ്ച്വറിയുടെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു അമ്പലമാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ നേരെ പുറത്തുള്ള ഒരു ചായക്കടയിലോട്ട് ചായ കുടിക്കാൻ വേണ്ടി വന്നു കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നു. ഒരാൾക്ക് 150 രൂപയാണ് കേട്ടോ വന്നത്, കുട്ടികൾക്ക് 70 രൂപയാണ് വന്നത്. അങ്ങനെ നമ്മൾ ആ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറി വരുമ്പോൾ ഉള്ള കാഴ്ചകളാണ് കേട്ടോ ഇത്. ഇതേപോലെ ഒരു 3-4 കൂടുകളുണ്ട്. അതിൽ 3 കൂട്ടിലെ സാധനങ്ങളുള്ളൂ. ഒരു കൂട്ടിൽ ആ കണ്ട പോലെ മയില്, പിന്നെ 2 കൂടുകളിലായിട്ട് 2 ഇനത്തിൽപ്പെട്ട കോഴികളെ ഇട്ടിട്ടുണ്ട്. ഒരു കൂട് ഫ്രീ ആയിട്ട് കിടക്കുകയാണ്, അതിലൊന്നും തന്നെ ഇല്ല കേട്ടോ. അതൊക്കെയാണ് ഇവിടെ ഈ ഒരു ഭാഗത്ത് കാണാനായിട്ടുള്ളൂ. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ മൊത്തം കളർ മീനുകളുടെ സെക്ഷനാണ് കേട്ടോ. പല തരത്തിലുള്ള മീനുകളുണ്ട്. ഇതല്ലാതെ തന്നെ അക്യൂറത്തിൽ കുറേ മീനുകൾ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നടന്നു വരുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇതാ ഇതുപോലെ ചെറിയതും വലിയതുമായ കുറേ കുരങ്ങുകളെയൊക്കെ കണ്ടു കേട്ടോ. പേടിച്ചാണ് വീഡിയോ എടുത്തത് തന്നെ. തട്ടിപ്പറിച്ചോണ്ടെങ്ങാനും പോയാലോ ഫോൺ. അങ്ങനെ നമ്മൾ കുറച്ചങ്ങ് കയറി കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഒരു മഴ പെയ്തു. അപ്പം നമ്മളൊരു സൈഡിൽ കയറി നിൽക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. മഴയുടെ ശക്തിയൊക്കെ ഒന്ന് കുറഞ്ഞപ്പോൾ നമ്മളിതാ ബേർഡ് മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. ഇത് ഫസ്റ്റ് ഫ്ലോറോടെയാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പം നമ്മളിത് അകത്തേക്ക് കയറുവാണ്. ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പക്ഷികളെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇവിടെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറേ ഫോട്ടോസും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു പക്ഷികൾ ഏതിനത്തിൽപ്പെട്ടതാണ്, അതിൻ്റെ സവിശേഷതകൾ, അങ്ങനെ എല്ലാം തന്നെയുണ്ട് കേട്ടോ. പക്ഷികളെ കൂടുതലും ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു മ്യൂസിയം എന്തായാലും ഇഷ്ടപ്പെടും. എന്നാൽ നമുക്കിതൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ. അങ്ങനെ മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അങ്ങനെ വരണ വഴിക്ക് നമ്മൾ കണ്ടതാണ് മുള്ളൻപന്നീനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് സാധാ കമ്പി വെച്ച് ഉണ്ടാക്കി. എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ മലയണ്ണാനെയൊക്കെ കണ്ടു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോണത് ഭൂതത്താൻകെട്ട് ഡാമിലേക്കാണ് കേട്ടോ. അവിടെ ചെന്നപ്പോഴായാലും നല്ല മഴയായിരുന്നു. മഴയത്ത് പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ സൈഡിലൊരു ഐസ്ക്രീം വണ്ടി കണ്ടു. അങ്ങനെ 2 ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് വണ്ടിയിലിരുന്ന് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മഴയൊക്കെ ഒന്ന് കുറഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പുറത്തേക്കൊന്ന് ഇറങ്ങി. അങ്ങനെ ഡാമിലെ വെള്ളവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യണ കാരണം അധിക നേരമൊന്നും നമുക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല കേട്ടോ. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാനായിട്ട് കയറി. എപ്പോഴെങ്കിലുമൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ കുഴിമന്തി കഴിക്കാനാണ് നമുക്ക് പ്ലാനെങ്കിൽ ഈ ഒരു കടയിൽ തന്നെയാണ് കേട്ടോ കൂടുതൽ ഞങ്ങൾ കയറാറ്. ഇവിടുത്തെ കുഴിമന്തി എന്ന് പറയുന്നത് അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി വേറെ യാത്രകളോ കാര്യങ്ങളോ ഒന്നുമില്ല, നേരെ വീട്ടിലേക്കാണ് പോണത്. കാണാത്ത കുറേ സ്ഥലങ്ങളൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഹാപ്പിയായി ഇതേ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ ഒരു ചെറിയ യാത്രാ വീഡിയോ ഞാനിവിടെ നിർത്തുവാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ പിന്നെ അടുത്ത നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ടാറ്റാ.